എല്ലാവർക്കും Electropoint പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ പറയുക, എല്ലാ വീഡിയോയിലും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ആയിട്ടാണ്. പക്ഷേ ഈ ബോർഡ് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്കറ്റിൽ അധികം കാണാറില്ലാത്തൊരു ബോർഡാണ് ആക്ച്വലി നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇത്തരം ഒരു ബോർഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ 2-3 വീഡിയോയ്ക്ക് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഐ ബട്ടണിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മൾ പല ആൾക്കാരും ഓഡിയോ ആംപ്ലിഫയേഴ്സ് 5.1, 2.1, എന്താ പറയുക 4.1 ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്റ്റീരിയോ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അതായത് പ്രത്യേകിച്ച് മ്യൂസിക് ലവേഴ്സ് എസ്പെഷ്യലി അവർ മറ്റുള്ള പല ലോ ഫ്രീക്വൻസിക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതായത് ഒരു ഓവറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, സെപ്പറേറ്റ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യാതെ ജസ്റ്റ് സ്റ്റീരിയോ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ഓഡിയോ ക്വാളിറ്റിയോട് കൂടി കിട്ടുന്ന രീതിയിൽ ഒരു ഹൈഫൈ സ്റ്റീരിയോ അത്തരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. അത്തരം ആൾക്കാർ ഉദ്ദേശിച്ച് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ആ റിമോട്ട് കിറ്റ് ഉപയോഗിച്ചുള്ളൊരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ടെങ്കിൽ പോലും ആ റിമോട്ട് കിറ്റ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ, ഒരു വെർഷൻ 3 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വെർഷൻ 3 എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വെർഷൻ. അതിൽ ഇനിയും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അതിൻ്റെ മാനുഫാക്ചറർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും വന്നിരിക്കുന്ന ആക്ച്വലി വളരെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമുക്ക് ഒരു യൂസറെ സംബന്ധിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിയോ സിഗ്നൽസ് കിട്ടുന്നതിനൊപ്പം ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള അസംബ്ലിങ് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു റിമോട്ട് കിറ്റാണ്. ബേസിക്കലി ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് അധികം കൊമേഴ്സ്യലി അവൈലബിൾ അല്ല. കാരണം അവർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നൊരു ബ്രാൻഡാണ്. സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം അവർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഒന്ന് വിട്ടു നിൽക്കുന്നു. പക്ഷേ അത്യാവശ്യമുള്ള ആളുകൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ടാലോ അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇത് അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള റിസൾട്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് പറയാം. ബ്രെയിൻസ് എന്നാണ് ആ ബ്രാൻഡ്. ബ്രെയിൻസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ടെക്നിക്കൽ രീതിയിലുള്ള എക്സ്പെർട്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അപ്പോൾ അവർ പല 5.1 അങ്ങനെയുള്ള പല റിമോട്ട് കിറ്റുകളും ഇറക്കിയിരുന്നു, ടോൺ കൺട്രോൾസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ സ്റ്റീരിയോ അല്ലെങ്കിൽ 2.1 പർപ്പസിനും കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റീരിയോ പർപ്പസിന് മെയിനായിട്ട് ഓഡിയോ, ഹൈഫൈ ഓഡിയോ പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു റിമോട്ട് കിറ്റാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഇപ്പം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഇതൊരു സാധാരണ ഒരു പാക്കിങ്ങിൽ അവരുടെ ഒരു പാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. അവർ കിട്ടിയൊരു ബോക്സിൽ നമുക്കത് പാക്ക് ചെയ്തെടുത്ത് തന്നിച്ചു. കാരണം കൊമേഴ്സ്യലി ഞാൻ പറഞ്ഞല്ലോ, അതൊരു കൊമേഴ്സ്യൽ ലെവലിൽ അവർ ഇറക്കുന്നൊരു ഡിവൈസ് അല്ല. എങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി തന്നെയാണ് വന്നിട്ടുള്ളത്. ബേസിക്കലി അതിൻ്റെ ഒപ്പം നമുക്കൊരു റിമോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി 5.1 ഹോം തിയേറ്ററിന് യൂസ് ചെയ്യുന്ന അതേ റിമോട്ട് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ആ ഒരു പർപ്പസിന് ഇപ്പോൾ ഈ ഒരു ബോർഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആ ബോർഡ് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് അതിലേക്ക് വരാം. ഈ ബോർഡ് നിങ്ങളിങ്ങനെ അതിൻ്റെ മുകളിൽ കണക്റ്റഡ് ആയിട്ട് നിരത്തി വെച്ചേക്കണ കാണുമ്പോൾ എന്താ പറയുക, കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മളിത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി നമ്മളിത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു പെർഫെക്റ്റ് പാക്കിങ്ങിലൊന്നല്ല നമുക്ക് വന്നിരുന്നത്. നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി അവർ ആവശ്യപ്രകാരം ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൊമേഴ്സ്യലി ഉദ്ദേശത്തോടുകൂടി ചെയ്യാത്ത പ്രൊഡക്റ്റ് ആയ കാരണം ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ബോർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ നമുക്ക് പ്രധാന കമ്പോണൻസ് പറയുന്ന ഒരു മദർ ബോർഡ് വരുന്നുണ്ട്. ആ മദർ ബോർഡ് കൂടാതെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്, 2 കൺട്രോൾ യൂണിറ്റ്, ആക്ച്വലി അഡീഷണൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിലുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും വയറുകൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിലിങ്ങോട് കൂടി തന്നെ അവരെ കേൾക്കണം, ലിസണിങ് എക്സ്പീരിയൻസ് അത്രയും ബെറ്റർ ആക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കിറ്റുകൾ യൂസ് ചെയ്യുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം കിറ്റുകൾ അല്ലാതെ തന്നെ നമുക്കൊരു 50 രൂപ മുതൽ 1000 രൂപ അല്ലെങ്കിൽ 650 രൂപ വിലയുള്ള ടോൺ കൺട്രോൾസ് യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഹൈഫൈ സ്റ്റീരിയോ സിസ്റ്റം അലോങ് വിത്ത് ഒരു ഡിജിറ്റൽ കൂടി നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ,
ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആക്കുന്ന ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളുണ്ട്. മുന്നത്തെ കിറ്റിലും ഇതിന് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ USB ബോർഡ്, USB ബ്ലൂടൂത്ത് ഇൻപുട്ട് ആ ഒരു പ്രോസസ്സിംഗ് ബോർഡ് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് വന്നിരുന്നതാണ്. ആ സെപ്പറേറ്റ് ബോർഡ് നമ്മൾ വയേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബോർഡിൻ്റെ ഡയമെൻഷൻ ആക്ച്വലി മാറ്റിയിട്ടുണ്ട്. ആ ബോർഡ് ആക്ച്വലി ബിൽറ്റ് ഇൻ നമ്മുടെ മദർ ബോർഡിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ബിൽറ്റ് ഇൻ USB എന്നുള്ള രീതിയിലേക്ക് ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി പെഗാരിയുടെ ഒരു മൊഡ്യൂളാണ്. അവരതിനെ മോഡിഫൈ ചെയ്ത് അതിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് കുറേ കൂടെ ഒരു എൻഡ് യൂസർക്ക് കുറേ കൂടെ നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാവുന്ന രീതിയിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കൊടുക്കാവുന്ന രീതിയിൽ അവരിതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെക്നീഷ്യനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു USB-ക്ക് വേണ്ടിയുള്ള 5 വോൾട്ട് ഇതിന്ന് ഇത് ചെയ്യണം. അതേപോലെ തന്നെ ഇൻപുട്ടിൻ്റെ വയർ കൊടുക്കണം, ആൻറ്റിനയുടെ വയർ സെപ്പറേറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. USB-യുടെ വയർ സെപ്പറേറ്റ് വലിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ USB സോക്കറ്റിൻ്റെ വയറൊക്കെ സെപ്പറേറ്റ് വലിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒറ്റയടിക്ക് സിമ്പിൾ കുറച്ച് പ്ലഗിൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണുന്നത്, എസ്പെഷ്യലി മുന്നത്തെ ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്യുന്ന ആക്ച്വലി നമ്മുടെ DVD പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പ് വയേഴ്സാണ്. നല്ല രീതിയിലുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ സൈസൊക്കെ സാധാരണ റിമോട്ട് കിറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് തന്നെയാണ്. പിന്നെ ആ ഡിസ്പ്ലേയുടെ പുറകിൽ നമുക്ക് എന്താ പറയുക, ഈ മദർ ബോർഡിനെ കൺട്രോൾ ചെയ്യാനുള്ള എൻകോഡർ ആക്ച്വലി നമുക്കിതിൽ ഇത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ഈ USB ബോർഡിൻ്റെ ഒരു ഡിസ്പ്ലേ, ആ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ ആക്ച്വലി ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മൗണ്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ സെപ്പറേറ്റ് ഒരു ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ IR സെൻസർ നമുക്കിതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ IR-ൻ്റെ വയറൊക്കെ കയറുമ്പോൾ നമ്മൾ USB കണക്ട് ചെയ്യുമ്പോൾ IR ആയിട്ട് ഇത് IR-ൻ്റെ വയർ നമ്മൾ റിമോട്ട് കിറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ്. അത്തരം ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊന്നും ഈ ഒരു യൂണിറ്റിലില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി ഒരു കണക്ടർ RMC കണക്ടർ കേബിൾ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിന് യോജിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോർഡിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ബോർഡിലേക്കോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ബോർഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ഗെയിൻ കാര്യങ്ങളെല്ലാം ആ ബോർഡിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓരോ ചാനലിലും നമുക്ക് ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻപുട്ട് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ USB ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള അതിനൊരു സെപ്പറേറ്റ് ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ലൈൻ ഇൻ ഓക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വേറൊരു ഇത് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിനൊരു ഓപ്ഷൻ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു യൂസറെ സംബന്ധിച്ച് കുറേ കൂടെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പല ആൾക്കാരും കരോക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോം പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിലും ചെറിയ ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഒരു ഹോം പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവരൊരു മൈക്ക് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കരോക്കെ പർപ്പസിന്. ആ മൈക്കും അതേപോലെ തന്നെ USB-യുടെ സോക്കറ്റ്, അതേപോലെ തന്നെ ആ USB ബോർഡിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള എൻകോഡർ, ഇതെല്ലാം കൂടെ ഒരു PCB-യിൽ മൗണ്ട് ചെയ്ത് പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ നല്ല രീതിയിലുള്ളൊരു സ്ട്രിപ്പ് വയർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് സിസ്റ്റങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു അത്രയും ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ് ആക്ച്വലി ഈ പ്രൊഡക്റ്റ് ഒരു കൊമേഴ്സ്യൽ ലെവലിൽ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ അവർ ചെയ്യാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും ഇതേപോലുള്ളൊരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യാതെ മാർക്കറ്റിൽ ഇറക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ല. ഈവൻ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരോട് ഇത് നല്ല രീതിയിൽ കൊമേഴ്സ്യലി അവൈലബിൾ ആക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ നമ്മൾ ഇതിലൂടെ വയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു 2.1 ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു വ്യൂ മീറ്ററിൻ്റെതാണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു പ്രീ ഔട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഈ പ്രീ ഔട്ട് ജസ്റ്റ് 2 പർപ്പസാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു 2.1 പർപ്പസിന് യൂസ് ചെയ്യാം. 2.1 പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ സബ് ഫിൽറ്റർ നമ്മളുടെ ഇതിന് യൂസ് ചെയ്യുന്ന സബിന് യൂസ് ചെയ്യുന്ന രീതിയിൽ അത്രയും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു സബ് ഫിൽറ്റർ നമുക്ക് അതിലൂടെ കണക്ട് ചെയ്യാം. അത് കൂടാതെ നമുക്ക് പിന്നെ ഇപ്പോൾ സ്റ്റീരിയോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എനിക്കൊരു വ്യൂ മീറ്റർ കണക്ട് ചെയ്യണം, അതിന് വേണമെങ്കിലും ആ പ്രീ സിഗ്നൽ യൂസ് ചെയ്യാം. ആ ഒരു പ്രീ സിഗ്നലിൻ്റെ വോളിയം കാര്യങ്ങളൊന്നും ഈ ഒരു
ഡിജിറ്റലി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇതിൻ്റെ ശരിക്ക് എന്താ പറയുക, ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു TDS സീരീസിലുള്ള TDS 7493 എന്ന് പറയുന്ന ഒരു IC ആണ്. ഒരു 3 ബാൻഡ് ടോൺ കൺട്രോൾ IC ആണ്. അതിൽ തന്നെയാണ് ആക്ച്വലി സെലക്ഷൻ പർപ്പസും അവർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ICയുടെ ക്വാളിറ്റി നമ്മൾ എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള ഒറിജിനൽ IC ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എക്സ്ട്രീം ക്വാളിറ്റിയാണ് സൗണ്ടിൽ അത് പ്രൊവൈഡ് ചെയ്യണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ICയും ഇതിൻ്റെ അതേ സെഗ്മെൻറ്റിലുള്ള ഒരു പ്രോസസ്സിങ് കൺട്രോളിങ് യൂണിറ്റ് ആക്ച്വലി USB ബോർഡിൻ്റെ താഴെയുണ്ട്, അത് നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കൺട്രോളിങ് ICയുടെ സപ്പോർട്ടോടുകൂടി ഈ ഒരു IC യൂസ് ചെയ്ത് ടോൺ കൺട്രോളും ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഒരു നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. കാരണം ഇത്രയും കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തൊരു ആംപ്ലിഫയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നേരത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല ഓഡിയോ ക്വാളിറ്റി ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യാതൊരു ഹമ്മിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നമ്മളുടെ എക്സ്പീരിയൻസിൽ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ഒതുക്കത്തിൽ നല്ലൊരു ഡിജിറ്റൽ ആംപ്ലിഫയർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടോടുകൂടി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതിൽ ഇൻപുട്ട് സെലക്ഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഓരോ ചാനലിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇത്തരം ബോർഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മുടെ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ആക്ച്വലി ഓൺ ഡിമാൻഡാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 1-2 കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബ്രെയിൻസിൻ്റെ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1600 രൂപ 1250 രൂപ റേഞ്ചിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ഗുഡ് ബൈ.